ഇന്നത്തെ അറിയിപ്പുകൾ. ഇടത്തിയായി പാചകവാതക വില 19 കിലോ വാണിജ്യ സിലിണ്ടറിന് ഒറ്റയടിക്ക് കൂട്ടിയത് 993 രൂപയാണ്. 5 കിലോഗ്രാം ഫ്രീ ട്രേഡ് LPG സിലിണ്ടറുകളുടെ വിലയും വർദ്ധിപ്പിച്ചു. രാജ്യത്ത് വാണിജ്യ പാചകവാതക സിലിണ്ടറുകളുടെ വില കുത്തനെ കൂട്ടി. 19 കിലോ സിലിണ്ടറിന് ഒറ്റയടിക്ക് 993 രൂപയാണ് വർദ്ധിപ്പിച്ചത്. 5 കിലോഗ്രാം ഫ്രീ ട്രേഡ് LPG സിലിണ്ടറുകളുടെ വില 261 രൂപയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഫെബ്രുവരിയിൽ പശ്ചിമേഷ്യ സംഘർഷം ആരംഭിച്ചതിനു ശേഷം ഇത് 3-ാം തവണയാണ് വാണിജ്യ സിലിണ്ടറിന്റെ വില വർദ്ധിപ്പിക്കുന്നത്. അതേസമയം ഗാർഹിക പാചകവാതക സിലിണ്ടർ വിലയിൽ മാറ്റമില്ല. ഇന്നത്തെ വർധനവോടെ വാണിജ്യ സിലിണ്ടറിന് 3085 രൂപയാണ് കൊച്ചിയിലെ പുതിയ വില. തിരുവനന്തപുരത്ത് 3106 രൂപയും കോഴിക്കോട് 3117 രൂപയുമായി. ദില്ലിയിൽ 19 കിലോ വാണിജ്യ സിലിണ്ടറിന്റെ വില 3071.50 രൂപയായും മുംബൈയിൽ 3024 രൂപയായും ഉയർന്നു. തുടർച്ചയായി ഉണ്ടാകുന്ന ഈ വില വർധനവ് ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ, മറ്റു ചെറുകിട വ്യവസായങ്ങൾ എന്നിവയെ സാരമായി ബാധിക്കും. പ്രവർത്തന ചെലവ് കുത്തനെ ഉയരുന്നതോടെ വിലക്കയറ്റത്തിനും സാധ്യതയുണ്ട്. അതേസമയം പെട്രോൾ, ഡീസൽ വിലകളിൽ നിലവിൽ മാറ്റമില്ല. നിലവിൽ പ്രീമിയം പെട്രോൾ, അന്താരാഷ്ട്ര വിമാന സർവീസുകൾക്കുള്ള ഇന്ധനം എന്നിവയ്ക്ക് ആഗോള വിപണിക്ക് അനുസൃതമായി വില വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില ബാരലിന് $120 മുകളിൽ തുടരുകയാണ്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. മെയ് 5 വരെ കേരളത്തിൽ വേനൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, മലപ്പുറം, വയനാട്, കണ്ണൂർ ജില്ലകളിൽ യെല്ലോ അലർട്ട് നിലവിലുണ്ട്. മെയ് 2-ാം തീയതി ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, വയനാട്, കണ്ണൂർ എന്നീ 8 ജില്ലകളിലാണ് യെല്ലോ അലർട്ടുള്ളത്. മെയ് 3-ാം തീയതി കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടുക്കി, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ മെയ് 4-ാം തീയതി യെല്ലോ അലർട്ടുണ്ട്. കഴിഞ്ഞ വർഷം കേരളത്തിൽ മെയ് അവസാന വാരത്തിൽ തന്നെ കാലവർഷം എത്തിയിരുന്നു. ഇത്തവണയും സമാനമായ സ്ഥിതി ആയിരിക്കുമോ എന്ന് വ്യക്തമല്ല. എങ്കിലും മെയ് മാസത്തിൽ വേനൽമഴ കൂടുതലായിരിക്കുമെന്ന് റിപ്പോർട്ടുണ്ട്. എന്നാൽ ഇത്തവണ മൺസൂൺ നിരാശപ്പെടുത്തിയേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ രാജ്യത്തെ പെയ്യുന്ന മഴ ദീർഘകാല ശരാശരിയുടെ ഏകദേശം 92% ഉണ്ടാകൂ. 1971 മുതൽ 2020 വരെയുള്ള ശരാശരി കണക്ക് വെച്ചാണ് ഈ അനുമാനം. കഴിഞ്ഞ 3 വർഷത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ മഴയായിരിക്കും ഇത്തവണത്തേത്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. രാജ്യത്തെ ഗ്രാമപഞ്ചായത്തുകളുടെ പ്രകടനത്തെ വിലയിരുത്തുന്ന 2023-24 പഞ്ചായത്ത് അഡ്വാൻസ്മെന്റ് ഇൻഡെക്സ് റിപ്പോർട്ടിൽ കേരളത്തിന് 2-ാം സ്ഥാനം. ആരോഗ്യം, വിദ്യാഭ്യാസം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നിവയുൾപ്പെടെ 112 സൂചികകൾ പരിഗണിച്ചാണ് കേരളം ഈ നേട്ടം കൈവരിച്ചത്. ത്രിപുര 1-ാം സ്ഥാനവും കേരളം 2-ാം സ്ഥാനവും കരസ്ഥമാക്കി. ഒഡീഷയാണ് 3-ാമത്. കേന്ദ്ര പഞ്ചായത്തീരാജ് മന്ത്രാലയം പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് ഈ വിവരങ്ങൾ. ത്രിപുരയിലെ 1176 പഞ്ചായത്തുകളിൽ 943 എണ്ണം അഥവാ 80% പഞ്ചായത്തുകൾ A ഗ്രേഡ് നേടി. ശേഷിക്കുന്ന പഞ്ചായത്തുകൾ B ഗ്രേഡിലാണ്. കേരളത്തിൽ 941 പഞ്ചായത്തുകളിൽ 95 എണ്ണം A ഗ്രേഡ് നേടിയപ്പോൾ 840 പഞ്ചായത്തുകൾ B ഗ്രേഡും 6 പഞ്ചായത്തുകൾ C ഗ്രേഡും നേടി. 3-ാം സ്ഥാനത്തുള്ള ഒഡീഷയിൽ 6794 പഞ്ചായത്തുകളിൽ 555 എണ്ണം A ഗ്രേഡ് നേടി. അവിടെ 4566 B ഗ്രേഡും 1627 C ഗ്രേഡും 46 D ഗ്രേഡും നേടി. റാങ്കിങ്ങിൽ പിന്നിലായിരിക്കുന്നത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളായ ഉത്തർപ്രദേശ്, ബീഹാർ, മധ്യപ്രദേശ്, ഹരിയാന, പഞ്ചാബ്, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, രാജസ്ഥാൻ എന്നിവയാണ്. ആന്ധ്രാപ്രദേശ്, തെലങ്കാന, തമിഴ്നാടു എന്നിവയും മുന്നിലുള്ള സംസ്ഥാനങ്ങളിലുണ്ട്. പശ്ചിമബംഗാൾ പഠനത്തിൽ സഹകരിച്ചിട്ടില്ല. രാജ്യത്താകെ 2,59,867 പഞ്ചായത്തുകളാണ് പഠനത്തിൽ ഉൾപ്പെട്ടത്. താഴെത്തട്ടിലുള്ള ഭരണ സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ഇൻഡെക്സ് തയ്യാറാക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. കഴിഞ്ഞ 5 വർഷത്തിനിടെ കേരളത്തിൽ മാലിന്യ ശേഖരണത്തിൽ വൻ കുതിപ്പ്. ക്ലീൻ കേരള കമ്പനി ശേഖരിച്ച മാലിന്യത്തിന്റെ അളവ് 2021-22 21,839 ടണ്ണിൽ നിന്ന് 73,403 ടണ്ണായി ഉയർന്നു. മൊത്തം മാലിന്യ ശേഖരണത്തിൽ 3.36 മടങ്ങ് വർധനയാണ് രേഖപ്പെടുത്തിയത്. പുനരുപയോഗിക്കാവുന്ന മാലിന്യം 5 വർഷം മുമ്പ് 5,587 ടണ്ണായിരുന്നത് ഇപ്പോൾ 37,853 ടണ്ണായി. 577% കൂടി. 2021 ആകെ ശേഖരിച്ചിരുന്ന മാലിന്യത്തിന്റെ 25.6% മാത്രമാണ് തരംതിരിച്ചിരുന്നതെങ്കിൽ ഇപ്പോഴത് 51.6% ഉയർന്നു.
മാലിന്യം വഴി ക്ലീൻ കേരള കമ്പനിയുടെ വരുമാനം 2021-22 7.37 കോടിയായിരുന്നു. 5 വർഷം കൊണ്ട് ഇത് 66.39 കോടിയായി ഉയരുന്നു. ഏകദേശം 9 മടങ്ങ് വർധന. മാലിന്യ ശേഖരണ സ്ഥലത്തിന്റെ വിസ്തൃതി 87,300 നിന്ന് 2,81,260 ചതുരശ്രയടിയായി കൂട്ടേണ്ടി വന്നു. ഹരിതകർമ്മസേനയ്ക്ക് ഇക്കാലയളവിൽ 38.88 കോടി രൂപയാണ് പ്രതിഫലം നൽകിയത്. സംസ്കരിച്ച മാലിന്യത്തെക്കാൾ 8.97% കൂടുതൽ മാലിന്യം പുനഃചംക്രമണം ചെയ്തു. പുനഃചംക്രമണം സാധ്യമല്ലാത്ത മാലിന്യം സംസ്കരിക്കാൻ 2 RDF പ്ലാന്റുകളുമായും 3 സിമന്റ് കമ്പനികളുമായും 9 സിമന്റ് പ്ലാന്റുകളുമായും കരാറുണ്ട്. 3625.159 ടൺ ഷ്രെഡഡ് പ്ലാസ്റ്റിക് ഉപയോഗിച്ച് 5926 കിലോമീറ്റർ റോഡ് നിർമ്മിച്ചു. സാനിറ്ററി മാലിന്യം സംസ്കരിക്കാൻ എറണാകുളം, ബ്രഹ്മപുരം, പാലക്കാട്, കഞ്ചിക്കോട്, കിൻഫ്ര പാർക്ക്, കണ്ണൂർ എന്നിവിടങ്ങളിൽ ഇൻസിനറേഷൻ പ്ലാന്റുകൾ ഓഗസ്റ്റിൽ പ്രവർത്തനം തുടങ്ങും. പാഴ്വസ്തു സംസ്കരണത്തിന് ശാസ്ത്രീയ സംവിധാനങ്ങൾ സംസ്ഥാനത്തിനകത്ത് ഉണ്ടാക്കിയിട്ടുണ്ടെന്നും ഹരിതകർമ്മസേനയ്ക്ക് സാമ്പത്തിക പിന്തുണ നൽകുന്നതിനൊപ്പം മാലിന്യ സംസ്കരണ മേഖലയെ വ്യാവസായിക മാതൃകയാക്കാൻ കഴിഞ്ഞെന്നും ക്ലീൻ കേരള കമ്പനി അധികൃതർ പറയുന്നു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.